إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله وخليله صلى الله عليه وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين وسلم تسليمًا كثيرًا أما بعد فاتقوا الله عباد الله حق التقوى واعلموا أن أجسادكم على النار لا تقوى واعلموا بأن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون. فاتقوا الله عباد الله. ഏറ്റവും സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിച്ച് തഖ്വ കൈകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, താബിഈയായ ഉബൈദുല്ലാഹിബ്നു അബ്ദുല്ലാഹിബ്നു ഉത്ബ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഞാൻ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് കടന്നു ചെന്നു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, അലാ തുഹദ്ദിസീനി അൻ മറളി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രോഗത്തെക്കുറിച്ച്, അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കാൻ കാരണമായ ആ രോഗത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നാലും. അവർ പറഞ്ഞു തുടങ്ങി, മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു തുടങ്ങി, തഖുലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഒരു ദിവസം ഒരു ഇശാഇൻ്റെ സന്ദർഭം, ഹദീസുകളിൽ മുഹദ്ദിസുകൾ അതിൻ്റെ സമയം പറയുമ്പോൾ ഇശാഇൻ്റെ സന്ദർഭത്തിൽ, ഇശാ നമസ്കാരത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രോഗം മൂർച്ഛിക്കുകയാണ്. വളരെ പ്രയാസകരമായ സന്ദർഭം. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോകണമെന്നുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ അവിടുത്തെ ഭാര്യമാരോട് ചോദിക്കുന്നുണ്ട്, അസ്വല്ലന്നാസ്, ആളുകൾ നമസ്കരിച്ചോ? അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാർ പറഞ്ഞു, ഖുൽനാ ലാ ഹും യന്തളിറൂനക. എല്ലാ പ്രവാചകരെ, ആളുകളെല്ലാം താങ്കളെ പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിലിരിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഊലി മാഅൻ ഫിൽ മിഖ്ളബി ഖാലത് ഫഫഅൽനാ ഫഖ്തസല ഫദഹബ ലിയനുഅ ഫഉഗ്മിയ അലൈഹി ثم അഫാഖ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കുറച്ച് വെള്ളം കൊണ്ടുവരൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവർ വെള്ളം കൊണ്ടുവന്നു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വെള്ളം കൊണ്ട് കുളിച്ച് ഒന്ന് ഉഷാറ് കിട്ടാൻ, ഒന്ന് ഉന്മേഷം കിട്ടാൻ, അങ്ങനെ കുളിച്ച് പള്ളിയിലേക്ക് എന്ന രൂപത്തിൽ മനസ്സിൽ ചിന്തിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബോധം നഷ്ടപ്പെടുകയാണ്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ബോധം നഷ്ടപ്പെടുകയാണ്. വീണ്ടും അല്ലാഹുവിൻ്റെ റസൂലിന് ബോധം വന്നപ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് വീണ്ടും ചോദിച്ചു, അസ്വല്ലന്നാസ്, ആളുകൾ നമസ്കരിച്ചോ? അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാരെല്ലാവരും പറഞ്ഞു, അവരൊന്നിച്ച് പറഞ്ഞു, ഇല്ല പ്രവാചകരെ, അവരെല്ലാവരും താങ്കളെ കാത്തിരിക്കുകയാണ്. ആദ്യം പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും വെള്ളം കൊണ്ടുവരാൻ പറയുന്നു, വീണ്ടും കുളിക്കുന്നു, വീണ്ടും പോകാൻ ആഗ്രഹിക്കുന്നു. വീണ്ടും അല്ലാഹുവിൻ്റെ റസൂലിന് ബോധക്ഷയം വരുന്നു. വീണ്ടും ഇതേ ചോദ്യങ്ങൾ തന്നെ 3 തവണ ആവർത്തിക്കുകയാണ്. 4ാമത്തെ തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബോധം വന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അവിടെ നിന്ന് നമസ്കരിക്കാൻ വേണ്ടി അല്ലാഹുവിൻ്റെ റസൂൽ കൽപ്പിക്കുകയാണ്. തനിക്ക് കഴിയില്ലെന്ന് മനസ്സിലായി. അല്ലാഹുവിൻ്റെ റസൂൽ ആദ്യമായ മദീനത്തെ പള്ളിയിൽ അല്ലാഹുവിൻ്റെ റസൂലിന് പകരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമസ്കരിക്കുകയാണ്. പിറ്റേ ദിവസം
ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അതേ ഹദീസിൽ തന്നെ പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുറച്ച് ആശ്വാസം തോന്നുകയാണ്. അതൊരു ദുഹർ നമസ്കാരമായിരുന്നു. വജദ ഫീ നഫ്സിഹി ഖിഫ ഫഖറജ ബൈന الرجلين അഹദുഹുമ അബ്ബാസ് ലിസലാത്തി الظുഹ്രി വഅബൂബക്കർ യുസല്ലി ബിന്നാസ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് കുറച്ച് ആശ്വാസമായി എന്ന് തോന്നിയപ്പോൾ മദീനത്തെ പള്ളിയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വീട്ടിൽ നിന്ന് 2 സ്വഹാബിമാരുടെ അഥവാ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിൻ്റെയും അബ്ദുല്ലാഹി ബിൻ അബ്ബാസിൻ്റെയും അലി ബിൻ അബി താലിബിൻ്റെയും ചുമലിൽ ഇങ്ങനെ തൂങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിൻ്റെ വിരലുകൾ നിലത്തിലൂടെ ഇങ്ങനെ വരവരച്ചു പോയി എന്നൊക്കെ നമ്മൾ കേട്ടതാണ് സഹോദരങ്ങളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ളുഹർ നമസ്കരിക്കാൻ അത്രക്കും പ്രയാസം, കാല് നിലത്ത് വെക്കാൻ വയ്യ, 2 ആളുടെ ചുമലിൽ തൂങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലുമ്പോൾ അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമസ്കരിക്കുകയായിരുന്നു എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. നമുക്കറിയാം, എന്തിനേറെ പറയുന്നു സഹോദരങ്ങളെ, നമസ്കാരത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ മറ്റൊരു സംഭവം കൂടി നമുക്കറിയാം. നമ്മൾ പറഞ്ഞു കേട്ട സംഭവം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ സംസാരമായി എന്തായിരുന്നു സഹോദരങ്ങളെ? ഈ ദുന്യവിയായ ലോകത്തിൽ നിന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിടവാങ്ങുന്നതിൻ്റെ മുമ്പ് അവിടുന്ന് അവസാനമായി സംസാരിച്ചത് എന്തെന്ന് ചരിത്രങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷ്മത പുലർത്തണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് കടന്നു പോയതെങ്കിൽ സഹോദരങ്ങളെ, ഈ ചരിത്ര സംഭവങ്ങളൊക്കെ നമുക്ക് നൽകുന്ന പാഠം എന്താണ്? നമസ്കാരത്തിൻ്റെ ഗൗരവം എത്രമാത്രമുണ്ട് എന്ന് സഹോദരങ്ങളെ ഈ ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കാരണം കൂടാതെ നമസ്കാരം ഉപേക്ഷിക്കാൻ ഒരു വിശ്വാസിക്ക് അവന് ബുദ്ധിയുണ്ടെങ്കിൽ യാതൊരു വകുപ്പും ഇസ്ലാമിലില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ചരിത്രത്തിൽ നിന്നും മറ്റു സ്വഹാബിമാരുടെ ഒരുപാട് ചരിത്രങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ബൈന റജുലി വ ബൈന ശിർകി വൽ കുഫ്രി തർക്കുസ്സലാ. ഒരു മനുഷ്യൻ്റെയും കുഫറിൻ്റെയും ഷിർക്കിൻ്റെയും ഇടയ്ക്കുള്ള വ്യത്യാസം അവൻ നമസ്കാരം ഉപേക്ഷിക്കലാണ്. നമസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ കാഫിറായി. മറ്റൊരു ഹദീസിലുണ്ട്, അൽ അഹ്ദുല്ലദീ ബൈനനാ വ ബൈനഹുമുസ്സലാ ഫമൻ തറക്കഹാ ഫഖദ് കഫർ. നമ്മുടെയും അവരുടെയും ഇടയ്ക്കുള്ള വ്യത്യാസം, കരാറ് നമസ്കാരമാണ്. ആ നമസ്കാരത്തെ ഒരാൾ ഉപേക്ഷിക്കുന്നുവെങ്കിൽ അവൻ കാഫിറായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറയുന്ന അഭിപ്രായം, മനഃപൂർവ്വം കരുതിക്കൂട്ടി നമസ്കാരത്തിൻ്റെ നിർബന്ധത്തെ നിഷേധിച്ചുകൊണ്ട് ഒരാൾ നമസ്കരിക്കാതിരുന്നാൽ അവൻ കാഫിറായി എന്നാണ്, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നാണ്. അതേസമയം നമസ്കാരം നിർബന്ധമാണെന്നറിഞ്ഞുകൊണ്ട്, നമസ്കാരം ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ടതാണെന്നറിഞ്ഞുകൊണ്ട് മടി കാരണമോ അല്ലെങ്കിൽ ജോലി തിരക്കുകൊണ്ടോ ഒരാൾ നമസ്കാരം ഉപേക്ഷിക്കുന്നുവെങ്കിൽ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ അവനെ കൊല ചെയ്യണമെന്നതാണ് ഇസ്ലാമിൻ്റെ നിയമം. നോക്കൂ നിങ്ങൾ, എത്ര ഗൗരവമാണ് സഹോദരങ്ങളെ നമസ്കാരത്തിൻ്റെ കാര്യം. ആ നമസ്കാരം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ വന്ന് ജമാഅത്തായി നമസ്കരിക്കൽ അവർക്ക് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ചില ആളുകളൊക്കെ മനസ്സിലാക്കിയത് നിസ്കാരം നമുക്ക് സമയം ഉണ്ടാകുമ്പോഴൊക്കെ അങ്ങനെ അങ്ങോട്ട് പോയി നിസ്കരിക്കണം, ജമാഅത്തൊക്കെ അത് സുന്നത്തുള്ളൂ, അതൊന്നും അത്ര നിർബന്ധമില്ലെന്ന് മനസ്സിലാക്കിയ ആളുകൾ ഇപ്പോഴും നമുക്കിടയിലുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നതാണ് നമ്മുടെ മുന്നിലുള്ള ചരിത്രങ്ങളും സാക്ഷ്യങ്ങളുമെല്ലാം. സഹോദരങ്ങളെ, നിസ്കാരം, എൻ്റെ നമസ്കാരം 5 വക്ത് നമസ്കാരം, ഫർള് നമസ്കാരം ഞാൻ പള്ളിയിൽ വെച്ച് നിർവഹിക്കുന്നതിന് എനിക്കൊരു തടസ്സവും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ തടസ്സമുണ്ടാകുന്ന ഒരു ജോലിയും ഒരു ഏർപ്പാടും എനിക്ക് വേണ്ട എന്നത് ഒരു വിശ്വാസി, പ്രത്യേകിച്ചൊരു മുസ്ലിമായ മനുഷ്യൻ നിജപ്പെടുത്തേണ്ടതാണ്. അവൻ കൃത്യമായി അവൻ്റെ മനസ്സകങ്ങളിൽ രേഖപ്പെടുത്തി വെക്കേണ്ടതാണ്. എങ്കിൽ അല്ലാഹ് അതിന് തടസ്സങ്ങളൊന്നും വരുത്തില്ലെന്നർത്ഥം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ സറഹു അൻ യൽഖല്ലാഹ ഗദൻ മുസ്ലിമൻ ഫൽയുഹാഫിദ് അലാ ഹൗലാഇ സ്വലവാത്ത്. നാളെ മുസ്ലിമായിക്കൊണ്ട് അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ 5 വക്ത് നമസ്കാരത്തിൻ്റെ പേരിൽ അവൻ സൂക്ഷ്മത പുലർത്തിക്കൊള്ളട്ടെ. ഹൈസു യുനാദി ബിഹിന്ന, ആ നമസ്കാരത്തിന് വേണ്ടി പള്ളികളിൽ നിന്ന് വിളിക്കപ്പെടുന്നതിനനുസരിച്ച് ഫഇന്നല്ലാഹ ശറഅ ലിനബിയിക്കും സുനനൽ ഹുദാ വഇന്നഹുന്ന മിൻ സുനനിൽ ഹുദാ. അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങൾ നിർമാർഗം കാണിക്കാൻ വേണ്ടി കടന്നു വന്ന നിങ്ങളുടെ പ്രവാചകനെ നിയമമാക്കി കൊടുത്തതാണ്. അതാ പ്രവാചകന്റെ ചര്യയാണ്. ഐഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാർ പറയുന്നുണ്ട്, റസൂലുള്ളാഹി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ നമസ്കാരത്തിന് ബാങ്ക് കൊടുക്കുന്നവരെ അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങളോട് കളിച്ചും ചിരിച്ചും അങ്ങനെയൊക്കെ ഇരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് കൊടുത്താൽ പിന്നെ ഞങ്ങളെ അള്ളാഹുവിൻ്റെ റസൂലിനെ അറിയാത്തതുപോലെയാണ്, പിന്നെ ഞങ്ങളെ ഒരു പരിചയവുമില്ലാത്ത ഒരു മുഖഭാവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വന്നു ചേരുമെന്നാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, വലൗ അന്നക്കും സല്ലൈതും ഫീ ബുയൂതികും കമാ യുസല്ലി ഹാദൽ മുതഖല്ലിഫു ഫീ ബൈതിഹി ലതറക്തും സുന്നത നബിയിക്കും. ഈ മുതഖല്ലിഫ് അഥവാ ഈ മുനാഫിഖായ മനുഷ്യർ നമസ്കരിക്കുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നമസ്കരിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയാണ് എന്താണ്, ലതറക്തും സുന്നത നബിയിക്കും, നിങ്ങൾ നിങ്ങളുടെ റസൂൽ നിങ്ങളുടെ പ്രവാചകന്റെ ചര്യയെ നിങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു. വലൗ തറക്തും സുന്നത നബിയിക്കും ലളലൽതും, നിങ്ങൾ നിങ്ങളുടെ പ്രവാചകന്റെ സുന്നത്തിനെ നിങ്ങൾ കൈയൊഴിഞ്ഞാൽ നിങ്ങൾ വഴികേടിലായി. അദ്ദേഹം പറയാണ്, വഖദ് റഅയ്തുനാ വമാ യതഖല്ലഫു അൻഹാ ഇല്ലാ മുനാഫിഖും മഅലൂമുൻ നിഫാഖി ഔ മരീദുൻ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സഹാബിയെക്കുറിച്ച് അവർ പറയാണ്, അദ്ദേഹത്തെ ജമാഅത്തിന് കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് അദ്ദേഹം നിഫാഖ് ബാധിച്ചു മുനാഫിക്കായി പോയി എന്നാണ്. അന്ന് നിഫാഖ് മുനാഫിക്കുകളുടെ കുറിച്ചുള്ള ഹദീസുകളും ആയത്തുകളൊക്കെ ഇങ്ങനെ ഇറങ്ങുന്ന സന്ദർഭമാണല്ലോ. അപ്പോൾ ഒരു സഹാബിനെ ഞങ്ങളുടെ കൂടെ എന്നും നിസ്കരിക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കുക അദ്ദേഹം ഇസ്ലാമെന്ന് പുറത്തുപോയി അദ്ദേഹം മുനാഫിക്കാണെന്നാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് രോഗം ബാധിച്ചു. ഏതുവരെ വലഖദ് കാന റജുലു യുഅ്താ ബിഹി ഇല സ്വലാത്തി യുഹാദി ബൈനർ റജുലൈനി ഹത്താ യുഖാമ ഫിസ് സഫി. അതെ, അദ്ദേഹം വന്നു അദ്ദേഹത്തെ സഫിൽ കാണുന്നവരെ ഞങ്ങൾ വിചാരിക്കും അദ്ദേഹം മുനാഫിക്കായി പോയി എന്ന് ഞങ്ങൾ വിചാരിക്കുമായിരുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്. സഹോദരങ്ങൾ, എത്രമാത്രം ഗൗരവത്തോടുകൂടെയാണ് ജമാഅത്ത് നമസ്കാരത്തിൻ്റെ കാര്യത്തിലും ഫർള് നമസ്കാരത്തിൻ്റെ കാര്യത്തിലും അത് ജമാഅത്തായി നിർവഹിക്കുന്ന കാര്യത്തിലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത് ഗൗരവം കണ്ടത് എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഞാൻ ആഗ്രഹിച്ചു പോയി എന്നാണ്. ഞാൻ ആഗ്രഹിച്ചു പോയി കുറച്ച് ആളുകളോട് ബാങ്ക് കൊടുക്കാനും നമസ്കരിക്കാനും ഏൽപ്പിച്ചുകൊണ്ട് എൻ്റെ കൂടെ കുറച്ച് ആളുകളെയും കൂട്ടിക്കൊണ്ട് അതേ നമസ്കരിക്കാതെ ജമാഅത്തിന് പങ്കെടുക്കാതെ വീട്ടിലിരിക്കുന്ന ആളുകളുടെ വീടിന് തീയിട്ടാലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. മറ്റൊരു റിപ്പോർട്ടിലുണ്ട്, അവിടെ കുട്ടികളും സ്ത്രീകളും ഉള്ളതുകൊണ്ട് ഞാനത് വേണ്ട എന്ന് വെക്കുകയായിരുന്നു എന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ, നമസ്കാരത്തിൻ്റെ ഗൗരവം എത്രമാത്രമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ആലോചിക്കാം, എന്തുകൊണ്ടാണ് നമസ്കാരത്തിന് ഇത്ര വലിയ ഗൗരവം വന്നു ചേർന്നത്? എന്തിനാണ് നമസ്കാരം? എന്തുകൊണ്ട് 5 വക്ത് നമസ്കാരം? ഇതൊക്കെ നമ്മുടെ മനസ്സകങ്ങളിൽ ചിലപ്പോഴൊക്കെ നമ്മൾ ചോദിച്ച കാര്യമാണ്. എന്തിനപ്പോൾ 5 വക്ത്? 1 വക്ത് പോരെ? അള്ളാഹിനോർക്ക് 1 വക്ത് പോലെ, അല്ലെങ്കിൽ 2 വക്ത് പോരെ? അല്ലെങ്കിൽ എന്തിനാണ് നമസ്കാരം? അള്ളാഹുവിനോർക്കാൻ നമസ്കാരത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കാൻ നമ്മുടെയൊക്കെ മനസ്സുകളിൽ ചിലപ്പോൾ അങ്ങനെ ഒരു ചിന്ത വന്നേക്കാം. അത് തെറ്റൊന്നുമല്ല, മനുഷ്യ സഹജമാണ്. ചിലപ്പോൾ നമുക്ക് അങ്ങനത്തെ തോന്നലുകളൊക്കെ വന്നേക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൂരി സീനാ പർവ്വതത്തിലേക്ക് അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി ചെല്ലുന്ന മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അതിനുത്തരം പറയുന്നുണ്ട്. അള്ളാഹു പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദ്നി വഅഖിമിസ് സ്വലാത ലിദിക്രി. അല്ലാഹു പറയാണ് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട്, ഇന്നനി അനല്ലാഹ്, ഞാനാണ് അല്ലാഹു, ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ മറ്റൊരു ആരാധ്യനില്ല, ഒരു ഇലാഹില്ല, ഫഅ്ബുദ്നി, നീ എന്നെ ആരാധിക്കുക, വഅഖിമിസ് സ്വലാത ലിദിക്രി, നീ നമസ്കരിക്കുക, എൻ്റെ സ്മരണ നിൻ്റെ മനസ്സിൽ എന്നെന്നും നിലനിൽക്കാൻ വേണ്ടി എന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹിനെക്കുറിച്ചുള്ള ദിക്ർ അല്ലേ, നമ്മെ വഴികേടിലാക്കാനും നമ്മെ നരകത്തിൽ കൊണ്ടെത്തിക്കാനും അള്ളാഹുവിനോട് കരാറ് ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെ തന്നെ ഒരാളുണ്ട്. അതാണ് ശൈത്താൻ, ഇബ്ലീസ്, പിശാച് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയുടെ മനസ്സകങ്ങളിൽ നിന്ന് അള്ളാഹിനെക്കുറിച്ചുള്ള ദിക്ർ, സ്മരണ ഇങ്ങനെ മാഞ്ഞു പോകുമ്പോൾ അതിനെ വീണ്ടും വീണ്ടും പുതുക്കി കൊണ്ടുവരാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് 5 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കിയിരിക്കുന്നത്. അല്ലാഹു പറയുന്നുണ്ട്, അല്ലദീന ആമനു വതതമഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തതമഇന്നുൽ ഖുലൂബ്.
അള്ളാഹു പറയാണ്, ഒരു വിഭാഗം ആളുകൾ അവർ വിശ്വസിച്ചിരിക്കുന്നു. വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ അവരുടെ ഹൃദയങ്ങൾ ശാന്തമായിരിക്കുന്നു. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിന് സമാധാനം ലഭിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. തന്നെയുമല്ല, നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ ഖുർആനിൽ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ആരാണ് വിശ്വാസികൾ എന്ന് പറയുമ്പോൾ അല്ലാഹു പറയാണ്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന, തീർച്ചയായും മുഅ്മിനുകൾ ഒരു വിഭാഗം ആളുകളാണ്, ഇദാ ദുകിറല്ലാഹ്, അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ നടുങ്ങിപ്പോകുമെന്നാണ്. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, അവരുടെ മേൽ ആയത്തുകൾ, അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരവരുടെ റബ്ബിൻ്റെ മേൽ ഭരമേൽപ്പിക്കുന്നവരായിരിക്കും. അതാണ് നമസ്കാരത്തിലൂടെ നടക്കുന്നത്. അള്ളാഹിനെക്കുറിച്ചുള്ള അല്ലാഹു അക്ബർ, നമ്മൾ എത്ര തവണ അല്ലാഹു അക്ബർ പറയുന്നുണ്ടെന്ന് സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എത്ര തവണ നമ്മുടെ ജീവിതത്തിൽ അല്ലേ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് 33 വട്ടം കൂടാതെ നമസ്കാരങ്ങളിലും മറ്റു സന്ദർഭങ്ങളിലുമായി എന്തിനാണ് അല്ലാഹുവിനെ കുറിച്ച് അല്ലാഹു അക്ബർ എന്ന് നമ്മെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ? ആ ദിക്റിന് വേണ്ടി, ആ സ്മരണ നമ്മുടെ മനസ്സിൽ നിലനിൽക്കാൻ വേണ്ടി. അതുകൊണ്ട് വിശ്വാസികളുടെ മനസ്സകങ്ങൾ കുളിരണയുകയാണ്, അവരുടെ കാര്യങ്ങൾ അവർ അല്ലാഹുവിൽ ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും അൻ-നിസാഉ വത്ത്-തയ്യിബു വത്ത്-തീബു വജുഇലത് ഖുർറത്തു ഐനി ഫിസ്-സ്വലാ. അല്ലാഹു റസൂൽ പറയാണ് തൻ്റെ സ്വഹാബത്തിനോട്, നിങ്ങളുടെ ഈ ദുനിയാവിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഭാര്യമാരാണ്, പിന്നെ എനിക്കിഷ്ടം സുഗന്ധമാണ്. അതിനുശേഷം അല്ലാഹു റസൂൽ പറയാണ്, ഈ ദുന്യവിയായ ലോകത്ത് എൻ്റെ കണ്ണുകൾക്ക് കുളിർമയേകുന്ന ഏക കാര്യം നമസ്കാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ശിഖീർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് ചെന്നു. വഹുവ യുസല്ലി വലിജൗഫിഹി അസീർ കഅസീറിൽ മിർജലി മിനൽ ബുകാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരത്തിൽ ഇങ്ങനെ കരയുകയായിരുന്നു. കരച്ചിലിൻ്റെ കാരണം കൊണ്ട് അവിടുത്തെ നെഞ്ചിനുള്ളിൽ നിന്ന് തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാത്രം ശബ്ദിക്കുന്നത് പോലെ ഇങ്ങനെ ശബ്ദം ഞാൻ കേട്ടു എന്ന് മഹാനായ സ്വഹാബി വര്യൻ പറയുന്നതായി സുനൻ അബൂദാവൂദും സുനൻ നിസായിയും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുമായിരുന്നു, അരഹനായ ബിലാലെ, നമസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കൂ, അതിലൂടെ നമുക്ക് ആശ്വാസം ലഭിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ റസൂലിന് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂല് നമസ്കാരത്തിന് വേണ്ടി നിൽക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ സ്വഹീഹായി വന്നതായി നമുക്ക് കാണാൻ കഴിയും. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മുടെ അവസ്ഥ എന്താ? നമ്മൾ നിസ്കരിക്കുക തന്നെയില്ല, നമസ്കാരത്തിലേക്ക് നമ്മുടെ മനസ്സ് പോകുമെന്നോ നമ്മുടെ ശരീരം പോകുമെന്നോ മാത്രമല്ല, പിന്നെ നമുക്ക് നിസ്കരിച്ചാലൊന്നും ശരിയാവൂല. ചിലപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് നിസ്കരിക്കാമെന്ന് കരുതും. സഹോദരങ്ങളെ, അങ്ങനെയല്ല. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമസ്കാരത്തിനൊരു ആസ്വാദനമുണ്ട്, നമസ്കാരത്തിനൊരു ലദ്ദത്തിൻ്റെ തലദ്ദുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നതുകൊണ്ടാണ്. അല്ലാഹു പറയുന്നുണ്ട്, വസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്ത് വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون. അല്ലാഹു പറയുന്നുണ്ട്, വസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്ത്, ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പ്രയാസങ്ങൾക്കുള്ള സഹായം നിങ്ങൾ അല്ലാഹുവിനോട് തേടുക. വഇന്നഹാ ലകബീറ, അല്ലാഹു പറയാണ്, അല്ലാഹു തന്നെ പറഞ്ഞു, തീർച്ചയായും നമസ്കാരം എന്നത് അതൊരു വലിയ വിഷയം തന്നെയാണ്. ഇല്ലാ അലൽ ഖാശിഈൻ, അള്ളാഹുവിനെ ഭയഭക്തിയോടുകൂടെ നമസ്കരിക്കാൻ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾക്കൊഴിച്ച്. ആരാണ് ആ ഖാശിഈങ്ങൾ? അല്ലദീന യظنون അന്നഹും മുലാഖൂ റബ്ബിഹിം വഅന്നഹും ഇലൈഹി റാജിഊൻ. അല്ലദീന യظنون അന്നഹും മുലാഖൂ റബ്ബിഹിം, അവരവരുടെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് കൃത്യമായി ബോധമുള്ളവരും തീരുമാനിച്ചവരുമാണ്.
ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടണ്ടേ എന്ന കൃത്യമായ ബോധമുള്ളവരാണ്. അതേ, അവർ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരും മരണാനന്തര ജീവിതത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരും ആ ജീവിതത്തിൽ ഞങ്ങൾ എങ്ങനെ രക്ഷിക്കപ്പെടുമെന്ന മനസ്സകങ്ങളിൽ ഭയപ്പാടുള്ളവരുമാണ്. അതെ, അങ്ങനെയുള്ള ആളുകൾ ഒഴിച്ച് വഅന്നഹും ഇലൈഹി റാജിഊൻ, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങി പോകണമല്ലോ എന്ന ചിന്തയുള്ളവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മളോട് പറയുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു സംഭവം നമുക്കിങ്ങനെ വായിക്കാം. അവർ പറയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ അടുത്ത് വരിക. അത് എൻ്റെ രാത്രിയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഭാര്യമാർക്കൊക്കെ ദിവസങ്ങൾ നിശ്ചയിച്ചിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ദിവസം, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് എന്നോട് പറഞ്ഞു, ദരീനി അതഅബ്ബദു ലി റബ്ബി, എന്നെ വിടൂ ആയിഷ, ഞാൻ എൻ്റെ റബ്ബിനെ ആരാധിക്കട്ടെ എന്ന് പറയുകയാണ് അല്ലാഹുവിൻ്റെ റസൂൽ. അവിടെ നിന്ന് സമ്മതം, മനസ്സിന് ഇഷ്ടമില്ലെങ്കിലും അല്ലാഹുവിൻ്റെ റസൂലിന് സമ്മതം കൊടുക്കുകയാണ്. ശേഷം അവിടെ നിന്ന് ഓതുക ചെയ്ത് നമസ്കരിക്കാൻ തുടങ്ങി. ആ നമസ്കാരത്തിൽ മുഴുവനും അവിടെ നിന്ന് കരഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താടി രോമങ്ങൾ മുഴുവനും നനഞ്ഞു, നിന്ന സ്ഥലം പോലും നനഞ്ഞു. വീണ്ടും കിടന്നതിന് ശേഷം വീണ്ടും അല്ലാഹുവിൻ്റെ റസൂൽ കരഞ്ഞുകൊണ്ടിരുന്നു എന്നാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കാൻ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ കരച്ചിൽ കണ്ടപ്പോൾ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് മാ യബ്കീക്, എന്താണ് താങ്കളെ കരയിപ്പിക്കുന്നത് അല്ലാഹുവിൻ്റെ പ്രവാചകരെ? വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, താങ്കളുടെ മുൻകഴിഞ്ഞു പോയ പാപങ്ങളും ഇനി വരാൻ പോകുന്ന പാപങ്ങളും ഒക്കെ പൊറുക്കപ്പെട്ട പ്രവാചകനല്ലേ താങ്കൾ? ഒരു പാപവും ചെയ്യുന്നില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവിൻ്റെ റസൂൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ ആ റസൂലുള്ളാഹിനെ കുറിച്ച് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫത്ഹിൽ അങ്ങനെ പറയുന്നുണ്ട്, താങ്കളുടെ മുൻകഴിഞ്ഞു പോയ ചെറിയ ന്യൂനതകളുണ്ടെങ്കിൽ അതുപോലും വരാൻ പോകുന്നതൊക്കെ ഞാൻ പൊറുത്തു എന്ന് പറഞ്ഞ പ്രവാചകരല്ലയോ ചങ്കൽ? എന്തിനാണ് അവിടെ നിന്ന് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്ന ഒരു കാര്യമുണ്ട്. വഖദ് ഉൻസില അലയ്യ ഫീ ഹാദിഹിൽ ലൈല ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് ഇലാ ആഖിരി സൂറത്ത് ആലി ഇംറാനിൻ്റെ അവസാനത്തെ 2 ആയത്തുകൾ എന്നെനിക്ക് അവതരിച്ചിട്ടുണ്ട് ബിലാൽ. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, വൈലുൽ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫിഹാ, ആ ആയത്തുകൾ പാരായണം ചെയ്യുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യാത്തവന് നാശമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അതെ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്, അല്ലാഹ് പറയുന്നുണ്ട്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ബുദ്ധിയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. നാം ആരുടെ മുന്നിലാണ് സഹോദരങ്ങളെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ കൈകെട്ടുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ 7 ആകാശങ്ങളും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അനേകായിരം ലോകങ്ങളെ സൃഷ്ടിക്കപ്പെട്ട ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിലാണ് നമ്മൾ ചെന്ന് നിന്ന് അല്ലാഹു അക്ബർ എന്ന് പറയുന്നതെന്ന ധാരണ നമുക്കുണ്ടാകണം. നമ്മൾ പറയുന്നുണ്ട്, അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വ ഖുഊദൻ വ അലാ ജുനൂബിഹിം, ആരാണ് ആ ബുദ്ധിയുള്ള ആളുകൾ? അവർ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നവരാണ്. എന്നിട്ട് അവർ പറയും, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില, ആകാശഭൂമിയെക്കുറിച്ച്, സൂര്യചന്ദ്രന്മാരെക്കുറിച്ച്, നക്ഷത്രങ്ങളെക്കുറിച്ച്, അല്ലാഹു സൃഷ്ടിച്ച ഈ ലോകങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അവർ പറയും, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില, അല്ലാഹുവേ ഇതൊന്നും തന്നെ നീ വെറുതെ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക് സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണ്. ഫഖിനാ അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണമേ എന്നവർ പറയുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി അലാ ഇഹ്സാനിഹി വശുക്റു ലഹു അലാ തൗഫീഖിഹി വംതിനാനിഹി വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു തഅളീമൻ ലിശഅനിഹി വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു الداعي إلى رضوانه صلوات الله وسلامه عليه وعلى آله وأصحابه وأتباعه وإخوانه. أما بعد، أوصيكم عباد الله ونفسي ثانيا بتقوى الله سبحانه وتعالى. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന ഒരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു.
റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സൂചിപ്പിച്ചത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്ന് ബുദ്ധി നിലനിൽക്കും കാലം ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഇബാദത്താണ് നമസ്കാരം എന്നതാണ്. കാരണം ആ നമസ്കാരത്തിലൂടെയാണ് നാം നമ്മുടെ സൃഷ്ടാവുമായി സദാബന്ധം നിലനിൽക്കുന്നത്. അങ്ങനെ ബന്ധം നിലനിൽക്കണം എങ്കിൽ മാത്രമേ നാം രക്ഷയുടെ മാർഗത്തിലെത്തുകയുള്ളൂ, നാം സ്വർഗത്തിലെത്തുകയുള്ളൂ. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഫഇന്ന സ്വലാത്ത സിലത്തും ബൈനൽ അബ്ദി വ റബ്ബിഹി. തീർച്ചയായും നമസ്കാരം എന്നത് നമസ്കാരമാണ് ഒരു അടിമയുടെയും അവൻ്റെ റബ്ബിൻ്റെയും ഇടയ്ക്കുള്ള ബന്ധം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു മുസ്സ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞത്, വ അഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്നെക്കുറിച്ചുള്ള ദിക്ർ, സ്മരണ നിൻ്റെ മനസ്സിൽ നിലനിൽക്കാൻ വേണ്ടി നീ നമസ്കരിക്കുക എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയാൻ. അതാണ് കാരണം. ആ റബ്ബുമായുള്ള സ്മരണയെ ഒരാൾക്ക് വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ, എനിക്ക് വേണ്ട, എനിക്ക് നമസ്കാരമൊന്നും വേണ്ട എന്നാണ് ഒരാൾ ചിന്തിക്കുന്നതെങ്കിൽ അവൻ എത്ര അപകടത്തിലാണ് ചെന്ന് ചാടുക എന്ന് അള്ളാഹു തന്നെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്ക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ. അത്തരക്കാരെക്കുറിച്ച്, അഥവാ നമസ്കാരത്തിൽ സൂക്ഷ്മത പുലർത്താതെ എപ്പോഴെങ്കിലും നിസ്കരിക്കുന്ന അതങ്ങനെയൊക്കെ മതി എന്ന് കരുതുന്ന ആളുകളെക്കുറിച്ച്, അള്ളാഹുവിനെക്കുറിച്ച് വിസ്മരിച്ച് നടക്കുന്ന ആളുകളെക്കുറിച്ച് അല്ലാഹു പറയാണ്, വമൻ അഅറദ അൻ ദിക്രി, എന്നെക്കുറിച്ചുള്ള സ്മരണയെ തൊട്ട് ഒരാൾ തിരിഞ്ഞു കളഞ്ഞാൽ ഫഇന്ന ലഹു മഈശതൻ ലങ്ക, വളരെ പ്രയാസകരമായ ജീവിതം നാളെ അവനെ കാത്തിരിക്കുന്നുണ്ട്. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ, രണ്ട് കണ്ണുകളും കാണാത്തവനായി നാളെ അവനെ പരലോകത്തേക്ക് നാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. തന്നെയുമില്ല അവൻ പറയുമെന്നാണ്, ഖാല റബ്ബി ലിമ ഹശർതനി അഅമ വഖദ് കുൻതു ബസീറ. അല്ലാഹുവേ, എനിക്ക് ദുനിയാവിൽ വെച്ച് കണ്ണ് കാണുമായിരുന്നല്ലോ, എനിക്കിപ്പോൾ എൻ്റെ രണ്ട് കണ്ണുകളും കാണുന്നില്ല, എന്തു പറ്റി റബ്ബേ എന്ന് പറയുമ്പോൾ അല്ലാഹ് പറയുമെന്നാണ്, ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസ. അതേ അപ്രകാരമാണ് കാര്യങ്ങൾ. എൻ്റെ ആയത്തുകൾ, എൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിൻ്റെ അടുക്കൽ വന്നപ്പോൾ നീ അതൊക്കെ മറന്നുകൊണ്ട് ജീവിച്ചില്ലേ, ഇന്ന് നിന്നെ ഞാനും മറന്നിരിക്കുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. ആ റബ്ബ് നമ്മെ സൃഷ്ടിച്ചത് സഹോദരങ്ങളെ അവനെ ആരാധിക്കാനാണെങ്കിൽ അല്ലാഹ് പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നവർഗത്തെയും മനുഷ്യവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ എന്നല്ല പറഞ്ഞെങ്കിൽ ആ ആരാധന ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ തുടക്കത്തിൽ അല്ലാഹു പറഞ്ഞു തുടങ്ങുന്നത് തന്നെ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും ഏറ്റവും വലിയ വിജയം വിജയിച്ചിരിക്കുന്നു മുഅ്മിനീങ്ങൾ. എങ്ങനെയുള്ള മുഅ്മിനീങ്ങളാണ്? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരവരുടെ നമസ്കാരങ്ങളിൽ ഭയഭക്തിയുള്ളവരാണ്. അത് പറഞ്ഞതിന് ശേഷം അല്ലാഹ് ഒരുപാട് അഅ്മാലുൽ ബിർ, ഒരുപാട് നന്മകൾ വിശ്വാസികളിൽ ഉണ്ടാകേണ്ടുന്ന ഒരുപാട് ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമിൻ فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون. ആദ്യം വിശ്വാസികൾ വിജയിച്ചു, നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവർ എന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ലാഹ് പറയുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നവരാണവർ, അവരവരുടെ ഗുഹ്യാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരാണവർ. അതുപോലെ തന്നെ അവരവരിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളും അമാനത്തുകളും കാത്തു സൂക്ഷിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ലാഹ് വീണ്ടും നമസ്കാരത്തിലേക്ക് വരികയാണ്. വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ, അവരവരുടെ നമസ്കാരങ്ങളിൽ അതിൻ്റെ വക്തിൽ, അതിൻ്റെ സമയത്തിൽ, അതിൻ്റെ ജമാഅത്തിൽ എന്നൊക്കെ മുഫസ്സിറുകൾ അതിനെ വിശദീകരണം നൽകിയിട്ടുണ്ട്. സൂക്ഷ്മത പുലർത്തുന്നവരാണ് എങ്കിൽ അവർക്കുള്ള സന്തോഷ വാർത്ത എന്താണ്? അല്ലാഹ് പറയാണ്, ഉലൈക ഹുമുൽ വാരിസൂൻ, അവരാണ് അനന്തരമെടുക്കാൻ പോകുന്നത്. അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറഞ്ഞ അല്ലാഹു സൃഷ്ടിച്ച സ്വർഗ്ഗങ്ങളിൽ അല്ലാഹുവിൻ്റെ അർശിൻ്റെ നേരെ താഴെയുള്ള ഏറ്റവും ഉന്നതമായ സ്വർഗം അനന്തരമെടുക്കാൻ പോകുന്നത് അവരാണെന്ന് നമ്മുടെ റബ്ബ് നമുക്ക് സന്തോഷ വാർത്ത നൽകുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നുള്ള രോഗികൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല രോഗശമനം നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ അയൽവാസികൾ, നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ മുവഹിദുകൾക്കും വിശ്വാസികൾക്കും മുഅ്മിനുകൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി
അവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ കടങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബാധ്യതകളുമായി ജീവിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ടായേക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നൽകി എല്ലാവരെയും എല്ലാ മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വ അദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ദമ്മിർ അഅദാഅദ്ദീൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനന അൽ മുസ്ലിമീൻ അൽ മുസ്തദഅഫീന في كل مكان يا رب العالمين. ربنا ظلمنا أنفسنا فإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.